ഹായ് ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. ഞങ്ങൾ എല്ലാവരും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നിവിടെ ഫേസിന് ഒരു നല്ലൊരു സൂപ്പർ ടോണറാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ കണ്ടിന്യൂ 3 മാസം കൊണ്ട് ഞാൻ അത് ഉപയോഗിച്ച് വരുന്നുണ്ട്. എന്റെ ഫേസിന് നല്ലതുപോലെ അത് റിസൾട്ട് ആകുന്നുണ്ട്. അതിന് വെറും 3 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം. ഫസ്റ്റ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ചെമ്പരത്തിപ്പൂ, അതുപോലെ റോസാപ്പൂ, പിന്നെ ഞാൻ തുളസിയില. ഈ 3 സാധനങ്ങളാണ് ഞാൻ ഫേസ് ടോണർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എക്സ്ട്രാ ഞാൻ ഒരു സാധനം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ലാസ്റ്റ് ആണ് ഞാൻ അതിൽ ചേർക്കുന്നത്. അത് ഞാൻ ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ ചേർത്താൽ മതി. ഇല്ല എന്ന് പറഞ്ഞു നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ആ ഫേസ് ടോണർ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എന്റെ ഫേസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എന്റെ ഫേസിൽ ആദ്യം പിമ്പിൾസ് ഒന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് വന്നിട്ട് എന്റെ ഫേസിൽ പിമ്പിൾസ് വന്നായിരുന്നു. ഞാൻ അത് ഇടയ്ക്ക് അത് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അത് പൊട്ടിച്ച് അവിടെ ബ്ലാക്ക് ഡോട്ട് അതുപോലെ ബ്ലാക്ക് പാടുകളെല്ലാം എന്റെ ഫേസിൽ വരാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ ഞാൻ ഈ ഫേസ് ടോണർ ഉപയോഗിച്ചതിന് ശേഷം അത് പൂർണ്ണമായിട്ട് എന്റെ ഫേസിൽ നിന്ന് ഇപ്പോൾ ഫുള്ളായിട്ട് അത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എന്റെ ഫേസിൽ ചെറിയ രീതിയിൽ പോഴ്സുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ് തന്നെയാണ് ഇതിന് മുന്നേ ഞാൻ ചെമ്പരത്തിപ്പൂ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഫേസ് ടോണറായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കത് ഇടയ്ക്കിടയ്ക്ക് ആ പോഴ്സ് വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഒന്ന് മാറ്റി പിടിച്ചായിരുന്നു. അതിൽ ഞാൻ 2-3 സാധനം കൂടെ ചേർത്ത് ഞാൻ ഇതുപോലെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ പൂർണ്ണമായിട്ട് തന്നെയാണ് പോഴ്സുകളെല്ലാം റെഡ്യൂസ് ആയിട്ടുമുണ്ട്. അതുപോലെ തന്നെ എന്റെ ഫേസ് നല്ലതുപോലെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ആ ടോണറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്കിന്ന് എങ്ങനെയാണ് ആ ഫേസ് ടോണർ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പം ലൈക്കും ഷെയറും അവിടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് വിടണം. അതുപോലെ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോകൾ ഒന്ന് എന്റെ ചാനലിൽ പോയി ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് വാച്ച് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ ടോണർ ഉണ്ടാക്കുന്നത് നോക്കാം. കാര്യം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഫേസ് ടോണർ തയ്യാറാക്കാനായിട്ട് ഞാൻ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മാക്സിമം 4 ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ റോസാപ്പൂ 3, പിന്നെ ഞാൻ തുളസിയിലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 3 നമുക്ക് ആവശ്യം. ഞാൻ 1 ഗ്ലാസ് വെള്ളം ഞാനൊന്ന് തിളയ്ക്കാനായിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഞാൻ വച്ചിട്ടുണ്ട്. കറക്റ്റ് 1 ഗ്ലാസ്സാണ്. വെള്ളം ഒന്ന് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടു, നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുത്ത് വെച്ച പൂവും അതുപോലെ തുളസിയെല്ലാം നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റോസാപ്പൂവെല്ലാം ഇതുപോലെ നെട്ടെല്ലാം എടുത്ത് ഇതുപോലെ നമ്മൾ ഇതിൽ നിന്ന് ഇതുപോലെ അടർത്തി എടുക്കണം. ഞാൻ ഒരു കൈ കൊണ്ട് ഞാൻ മൊബൈൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഇച്ചിരി വീഡിയോ ഷേക്കായിട്ട് തോന്നും, ക്ഷമിക്കണം. ഇതുപോലെ നമ്മൾ ആ റോസാപ്പൂ അതിൻ്റെ ഇതളുകളെല്ലാം നമ്മൾ അടർത്തി എടുക്കണം. അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിലോട്ട് നമുക്ക് ഈ പൂവും അതുപോലെ തന്നെ തുളസിയില എല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം. ഞാൻ എന്നിട്ട് ഒന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ വെള്ളം തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്കിതുപോലെ ഒരു സ്പൂൺ കൊണ്ട് വന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് അതിലോട്ട് വെള്ളത്തിലോട്ടൊന്ന് താഴ്ത്ത് നമുക്ക് കൊടുക്കാം. കണ്ടല്ലോ, ഇപ്പം അടിയിൽ ഫുള്ളെല്ലാം നമ്മൾ താഴ്ത്തിയിട്ട് മീതെ നിമക്ക വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കണം. ഒരു തണുക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഒരു 5-10 മിനിറ്റ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നല്ലതുപോലെ അത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് സെപ്പറേറ്റ് നമുക്കൊരു അരിപ്പയിൽ ഇതുപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. കണ്ടല്ലോ, നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാം ആ ചെമ്പരത്തിപ്പൂവിലെ റോസാപ്പൂവിലെ അതുപോലെ തന്നെ അതിലുള്ള ഫുൾ അതിൻ്റെ സത്തുക്കളെല്ലാം ആ വെള്ളത്തിലോട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിലൊന്നുമില്ല, അത് വെറും കളറെല്ലാം പോയിട്ട് അത് വെറും ഒരു ചവ്വാണ്. ഇത് നമുക്കിത് ആവശ്യമില്ല, ഇനി നമുക്കതങ്ങ് മാറ്റിക്കളയാം. അല്ലാതെ നമുക്കിതിങ്ങനെ ആവശ്യമില്ല. ഫുള്ളായിട്ട് നമുക്കതൊന്ന് പിഴിഞ്ഞെടുക്കണം. ആ തുളസിയുടെ സത്തെല്ലാം നമുക്കതിലോട്ട് വേണം. കണ്ടല്ലോ, നമുക്ക് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് പ്യുവറായിട്ട് നല്ലൊരു ടോണറാണ് കേട്ടോ. ഇതിൽ ഞാനേക്ക് ഫ്ലാക്സ് സീഡിൻ്റെ എസൻഷ്യൽ ഓയിലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കണ്ടല്ലോ, അത് സൂം ആവുന്നില്ല. കണ്ടല്ലോ, ഫ്ലാക്സ് സീഡിൻ്റെ എസൻഷ്യൽ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 4-5 ഡ്രോപ്സോളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കണ്ടല്ലോ, ഞാൻ ഇതുപോലെ ഡ്രോപ്സ് ഇതുപോലെ നമുക്ക് മേടിക്കുമ്പോൾ ഇതുപോലെ ആ ഫില്ലർ കിട്ടും. ഇതിൽ ഒരു 4-5 ഡ്രോപ്സാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുള്ളത് ഫ്ലാക്സ് സീഡിന്റെ എസൻഷ്യൽ ഓയിൽ മാത്രമാണ് ഞാൻ ഇതിൽ എക്സ്ട്രാ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഫ്ലാക്സ് സീഡ് മുഴുവനായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ അത് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ആ വെള്ളം ബോയിൽ ചെയ്യുന്ന സമയത്ത് 1 സ്പൂൺ ഫ്ലാക്സ് സീഡും കൂടി നിങ്ങൾ അതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ബോയിൽ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ അതിൽ പൂക്കളും അതുപോലെ തന്നെ ആ തുളസിയിലയും നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആക്നെ പ്രിവെന്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഈ
ഫ്ലാക്സ് സീഡ് നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്നതും വളരെയധികം യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി എങ്ങനെയാണ് ഈ ടോണർ നമ്മുടെ ഫേസിലായിട്ട് അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം ഒരു ചെറിയ കോട്ടൺ എടുക്കണം. ആദ്യം ഫേസ് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കുറച്ച് കോട്ടൺ എടുത്തതിന് ശേഷം ഇതുപോലെ നിങ്ങളൊന്ന് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ടോണർ നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് വെക്കണം. ഈ ടോണർ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസത്തേക്ക് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. വളരെ കുറച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ എടുത്താൽ മതി. വളരെ കൂടുതലൊന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. കണ്ടല്ലോ, ഇതുപോലെ വളരെ കുറച്ച് ഇതുപോലെ ഒരു കോട്ടണിൽ കുറച്ച് നിങ്ങൾ ഇതുപോലെ ഞാൻ ഇവിടെ ഒരു സ്പ്രേ ബോട്ടിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. അതിനെടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ സ്കിന്നിലേക്ക് ഇതുപോലെ മുകളിലോട്ട് നിങ്ങളൊന്ന് തേച്ചൊന്ന് പിടിപ്പിച്ചാൽ മതി. ഇത് നൈറ്റാണ് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇത് നൈറ്റ് അപ്ലൈ ചെയ്താൽ മതി നിങ്ങളുടെ സ്കിന്നിൽ. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഫേസ് എല്ലാം നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങളുടെ ഫേസിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ നിങ്ങൾ ഫേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഉറങ്ങിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രാവിലെ നിങ്ങളൊന്ന് വാഷ് ചെയ്താൽ മതി. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു അതും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കണ്ടല്ലോ, ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത് വളരെ ഈസിയാണ്. ഇത് കണ്ടിന്യൂ നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കണം. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിന്റെ റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങൾ കണ്ടിന്യൂ ഒന്ന് ഉപയോഗിച്ച് നോക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലതുപോലെ പെട്ടെന്ന് നിങ്ങളുടെ സ്കിന്നിന് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഉണങ്ങാനായിട്ട് നിങ്ങൾക്ക് അല്പസമയം വെയിറ്റ് ചെയ്യുന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ അത് ഒബ്സർവ് ചെയ്ത് എടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറങ്ങി എണീറ്റ് നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫേസ് വാഷോ അതുപോലെ തന്നെയാണ് നിങ്ങൾ എന്തെങ്കിലും ഫേസ് വാഷ് പൗഡറോ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾ ഇതൊന്ന് വാഷ് ചെയ്താൽ മാത്രം മതി. വേറൊന്നും നിങ്ങൾ ഇതിൽ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.